പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പപ്പാച്ചീസ് കിച്ചണിൽ പപ്പാച്ചി സ്പെഷ്യലായിട്ട് നമ്മളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് സുഗീനാണ്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പപ്പാച്ചി ഒരു 1.25 കിലോയോളം ചെറുപയർ, അതായത് പച്ചപ്പയർ നമ്മൾ 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തണം, വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഇതിന് വേണ്ട മറ്റ് സാധനങ്ങൾ നമ്മൾ 3/4 കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോയോളം മൈദ നമുക്ക് വേണം. പുറം രാജ്യങ്ങളിലുള്ളവർ നമുക്കറിയാം ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം കറി ജീരകം ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 20 ഏലക്ക നമ്മൾ ഇതുപോലെ പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു നുള്ളോളം തന്നെ ഉപ്പും നമ്മൾ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ ഇത് പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പാചകം ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിനി കാണാവുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പച്ചപ്പയർ നമ്മൾ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ വേവ് കറക്റ്റായിട്ട് നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള വേവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചരുവത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. നമുക്കറിയാം നമുക്ക് ചെറുപയർ നമുക്ക് കുക്കറിനകത്തും വേവിക്കാം. പക്ഷെ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ വേവ് അറിഞ്ഞ് നമ്മളത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചരുവത്തിൽ തന്നെയാണ് വേവിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ പയർ വേവിച്ച് അതിവിടെ റെഡിയാണ്. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ശർക്കര നമ്മൾ ഉരുക്കിയിട്ട് നമ്മൾ പയർ വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ചേർക്കുകയാണ്. വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റണം. ഇതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പൊന്നിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കൂടിപ്പോകരുത്. ഇതൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജീരകം, അതായത് കറി ജീരകം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ശർക്കര പാകത്തിന് ഉരുകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏകദേശം ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ നൂല് വരുന്ന രീതിയിൽ നമ്മൾ ഈ ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചെടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മളിതിനകത്തേക്ക് ഉരുക്കിയ ശർക്കരയിലേക്ക് പയറിട്ട് നമ്മൾ വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളിതൊന്ന് വിളയിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കി വെള്ളം പൂർണ്ണമായിട്ട് വറ്റിച്ച് നമ്മളിതൊന്ന് വിളയിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ പയർ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മളത് ഒന്ന് ചൂടാറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഉണ്ട പിടിക്കുന്നത്. മുന്നേ പറഞ്ഞതുപോലെ വിളയിച്ച ചെറുപയർ നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഉണ്ട പിടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും വലിപ്പമുള്ള ഉണ്ടകളായിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സുഗീൻ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിളയിച്ച് വെച്ച ചെറുപയർ മുക്കി വറക്കുന്നതിനുള്ള മാവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിനായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു 1/4 കിലോയോളം മൈദ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുക. ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം നമ്മൾ ചേർക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കറിയാം
നമ്മൾ ഇത് മുക്കി വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാവ് ആ രൂപത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ച് നമ്മളുടെ മാവ് റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മാവുണ്ടാകുമ്പോൾ ഏകദേശം ഈ പാകത്തിനാണ് നമ്മൾ വെള്ളം ചേർത്ത് നമ്മൾ മാവുണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് കാണാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിളയിച്ച ചെറുപയർ നമ്മൾ മാവിനകത്ത് മുക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക്, തിളച്ച എണ്ണയിലേക്ക് നമുക്ക് മാറ്റുക. എല്ലാവർക്കും അറിയാം, മുരിയുന്നതനുസരിച്ച് നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണ്ട് വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് പപ്പാച്ചി നമ്മളെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമ്മളുടെ സുഖീൻ ഇവിടെ റെഡിയാണ്. പപ്പാച്ചി നമ്മളെ പഠിപ്പിച്ചു തന്നു എങ്ങനെ എളുപ്പത്തിൽ സുഖീൻ ഉണ്ടാക്കാമെന്നുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വട്ടം അടുത്ത വിഭവമായി പപ്പാച്ചീസ് കിച്ചണിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.